സംസ്ഥാന ബി.ജെ.പിക്ക് പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാകും. കോർ കമ്മിറ്റിയിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് നിർദ്ദേശിച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ആയിരിക്കും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, സംസ്ഥാന ഘടകത്തിൽ ബി.ജെ.പിയുടെ മുഖം മാറുകയാണ്. കെ സുരേന്ദ്രനും എം.ടി. രമേശും അടക്കമുള്ളവരെ പിന്തള്ളിയാണ് ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖരന്റെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? എങ്ങനെയാണ് ഈ ഒരു രാജീവ് ചന്ദ്രശേഖരന്റെ ഈ സ്ഥാനത്തേക്കുള്ള വരവിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും വികസിത കേരളം എന്ന ഒരു മുദ്രാവാക്യം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ബി.ജെ.പി അവരുടെ പുതിയ അധ്യക്ഷനായിട്ട് അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ നിയോഗിച്ചിരിക്കുന്നത്. അതിൽ വലിയ മാറ്റങ്ങൾ ബി.ജെ.പി ദേശീയ നേതൃത്വം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തു നിന്നുള്ള പല പ്രമുഖ നേതാക്കന്മാരുടെയും പേരുകൾ ആദ്യഘട്ടത്തിൽ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കേട്ടിരുന്നുവെങ്കിലും പിന്നീട് അതെല്ലാം ഒഴിവായി. ഇന്ന് രാവിലെ കോർ കമ്മിറ്റി കൂടി 10 മിനിറ്റിൽ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് ദേശീയ നേതൃത്വത്തിൽ നിന്നുള്ള ആളുകൾ അറിയിക്കുകയായിരുന്നു. അത് സംസ്ഥാന നേതൃത്വം അംഗീകരിക്കുകയും ചെയ്തു. മറ്റൊരു എതിർപ്പ് പോലും ഇല്ലാതെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാളെ ഔദ്യോഗിക പ്രഖ്യാപനം വരും. ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പേ തന്നെ സ്ഥാനമൊഴിയുന്ന സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, താൻ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ ചെയ്തു കഴിഞ്ഞു. പാർട്ടി ജനാധിപത്യപരമായിട്ടാണ് എല്ലാ അർത്ഥത്തിലും തെരഞ്ഞെടുപ്പുകൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നത്. മറ്റ് പാർട്ടിയേക്കാൾ വളരെ വേഗത്തിൽ ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം രാജീവ് ചന്ദ്രശേഖറിലേക്ക് എത്തിയ വഴി ദേശീയ നേതൃത്വത്തിൻ്റെ പ്രത്യേക താല്പര്യം തന്നെയായിരുന്നു. സാങ്കേതിക രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ മികവിന് അപ്പുറത്തേക്ക് ആളുകൾക്കിടയിൽ ഒരു പൊതുസമ്മതനായ ആൾ എന്നതും അതിനുപരി സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ബി.ജെ.പിക്ക് ഉള്ളിലുള്ള ചെറിയ പടലപ്പിണക്കങ്ങൾ, ഒപ്പം വിഭാഗീയത, ഇതെല്ലാം ഒഴിവാക്കുന്നതിന് പുതിയൊരു മുഖം അനിവാര്യമാണെന്ന് കണ്ടതോടുകൂടി തന്നെ RSSൻ്റെ മൗന അനുവാദത്തോടുകൂടി രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലേക്ക് എത്തിച്ചതും അദ്ദേഹത്തിനെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരുന്നതും കൃത്യമായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ വലിയ നേട്ടങ്ങൾ, പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് അദ്ദേഹം പരാജയപ്പെട്ടുവെങ്കിലും വലിയ വോട്ട് വ്യത്യാസമില്ലാതെ അദ്ദേഹത്തിന് പരാജയം സമ്മതിക്കേണ്ടി വന്നുവെങ്കിലും അതെല്ലാം രാജീവ് ചന്ദ്രശേഖരൻ്റെ കഴിവാണ് എന്ന വിശ്വാസമാണ് ദേശീയ നേതൃത്വത്തിന് ഉള്ളത്. പ്രത്യേകിച്ചും സാങ്കേതികപരമായി വളരെ മുന്നിലേക്ക് കുതിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് ഈ സാങ്കേതിക വിദ്യയിൽ വളരെയധികം പ്രാഗൽഭ്യമുള്ള, അതിനുപരി ഈ ഒരു ബിടെക് ബിരുദധാരിയായ ഒരു ആളിനെ ദേശീയ നേതൃത്വത്തിൻ്റെ പിന്തുണയോടെ സംസ്ഥാന അധ്യക്ഷൻ പദവിയിലേക്ക് എത്തിക്കണം എന്നുള്ള താല്പര്യം പൂർണ്ണമായും അത് നടപ്പിലാക്കിയിരിക്കുന്നതിന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇനി വരാൻ പോകുന്നത് 2 വലിയ ജോലികളാണ് സംസ്ഥാന അധ്യക്ഷനുള്ളത്. കാരണം വളരെ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ ബി.ജെ.പിക്ക് കിട്ടിയില്ല എങ്കിൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ 2ാം സ്ഥാനത്താണ്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ് ബി.ജെ.പി. പന്തളം നഗരസഭ ബി.ജെ.പിക്കുണ്ട്. ഏതാനും പഞ്ചായത്തുകൾ ബി.ജെ.പിക്കുണ്ട്. ആ നേട്ടം കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം എന്ന ലക്ഷ്യം തന്നെ ബി.ജെ.പിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബി.ജെ.പി സംസ്ഥാന നേതൃത്വം ജില്ലാ ഘടകങ്ങളെ 14 ജില്ലാ ഘടകങ്ങളെ വീണ്ടും വിഭജിച്ചുകൊണ്ട് 30 ജില്ലാ പ്രസിഡന്റുമാർക്ക് സ്ഥാനം നൽകി. അത്തരത്തിൽ ബി.ജെ.പിയിൽ പ്രവർത്തനങ്ങൾ താഴെത്തട്ട് വരെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയായിരുന്നു അവരുടെ പ്രവർത്തനം. ആ പ്രവർത്തനം കൃത്യമായി നടപ്പിലാക്കാൻ കഴിയും രാജീവ് ചന്ദ്രശേഖർ വരുന്നത് കൂടെ എന്നുള്ള ഒരു വിശ്വാസം കൂടി ദേശീയ നേതൃത്വത്തിനുണ്ട്. മാത്രമല്ല, വരും ദിവസങ്ങളിൽ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കും എന്നുള്ള വിവരം കൂടിയുണ്ട്. നേരത്തെ രാജ്യസഭാ അംഗമായിരുന്നു. 3 പ്രാവശ്യം ബംഗളൂരിൽ നിന്നും നിയമസഭയിൽ എത്തിയിരുന്നു. 2ാം മോദി സർക്കാരിൽ നൈപുണ്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന സഹമന്ത്രിയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ടെക്നോ പാർക്കുകൾ കേന്ദ്രീകരിച്ച് അദ്ദേഹം എത്തിയിരുന്നു. അവിടെയൊക്കെ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ പരിപാടികളിലുമൊക്കെ യുവാക്കളുടെ വലിയ ഒരു സ്വീകാര്യത അദ്ദേഹത്തിന് ലഭ്യമായിരുന്നു. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് വിദ്യാസമ്പന്നനും അതിനുപരി ഗ്രൂപ്പുകളുടെ ആളല്ലാത്ത, വിഭാഗീയതയ്ക്ക് പങ്കുചേരാത്ത ഒരാളുമായ രാജീവ് ചന്ദ്രശേഖരനിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കേരളത്തിലെ ബി.ജെ.പിക്ക് ശക്തി പകരാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ദേശീയ നേതൃത്വത്തിന് ഉള്ളത്. അതുല്യ. ശരി ബിനോയ്, എന്തായാലും സംസ്ഥാന ബി.ജെ.പിയുടെ മുഖം മാറുകയാണ്. കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന സെക്രട്ടറിയായി വരികയാണ്. എന്തായാലും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലടക്കം ബി.ജെ.പിക്ക് വലിയൊരു പ്രഭാവമുണ്ടാക്കാൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വം വഴിയൊരുക്കുമോ എന്നുള്ളതാണ് ഇനി
കാണാനുള്ളത്.